ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോളിൻ്റെ ടെസ്റ്റ് നെറ്റ് ആണ്. ആദ്യം തന്നെ എന്താണ് ഈ ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോൾ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് എങ്ങനെ ടെസ്റ്റ് നെറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കാം. ഇനിയും ഇതുപോലുള്ള ടെസ്റ്റ് നെറ്റുകളുടെ വീഡിയോസ് വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ആയിട്ടുള്ള 2K ലൈക്സ് കംപ്ലീറ്റ് ആക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രൊജക്റ്റിൽ എന്ത് അപ്ഡേറ്റ് വന്നാലും ടെലഗ്രാം ചാനലിലാണ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ അപ്ഡേറ്റ്സ് ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനൽ മറക്കാതെ ജോയിൻ ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സും അവിടെ ആയിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായും കാണുക, കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. അതിനുശേഷം കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഷോർട്ടായിട്ട് എന്താണ് ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോൾ എന്ന് നോക്കാം. ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മളെ ഡിജിറ്റലി ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു യുണീക്ക് വേ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോളിന്റെ എയിം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി നമ്മളെന്ന വ്യക്തിയെ ഓരോരുത്തരെയും യുണീക്ക് ആണ് എന്ന് തെളിയിക്കാൻ നമുക്ക് കണ്ണിന്റെ റെറ്റിന ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഫിംഗർ പ്രിന്റ് ഉണ്ട്. ഇതെല്ലാം ഓരോ മനുഷ്യനും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യനും യുണീക്ക് ആണ് എന്ന് തെളിയിക്കാൻ ഈ ഫിംഗർ പ്രിന്റോ അല്ലെങ്കിൽ കണ്ണിന്റെ റെറ്റിന സ്കാനോ മതി. ഓരോ ഹ്യൂമനെയും ഡിജിറ്റലിയും ഐഡന്റിഫൈ ചെയ്യാൻ ഉള്ള ഒരു പ്രോട്ടോക്കോൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊന്നല്ല ഇങ്ങനത്തെ പ്രൊജക്ട് വരുന്നത്, ഒരുപാട് പ്രൊജക്ട്സ് ഇങ്ങനത്തെ ഉണ്ട്. അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊജക്റ്റ് ആണ് വേൾഡ് കോയിൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് അറിയായിരിക്കും വേൾഡ് കോയിനെ പറ്റി. അപ്പോൾ നമ്മൾ നിലവിൽ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോൾ വേൾഡ് കോയിൻ നിലവിലുള്ള പ്രോട്ടോക്കോളിനെക്കാളും ഒരു പടി മുകളിലായിരിക്കും റിലീസ് ആവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്രൊജക്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതും ഈ ടെസ്റ്റ് നെറ്റ് ചെയ്യാൻ പോകുന്നതും. ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോൾ റേസ് ചെയ്ത ഫണ്ട് നോക്കുകയാണെങ്കിൽ $30 മില്യൺ ആണ്. ഓക്കെ, അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് $1 ബില്യൺ വാല്യുവേഷനിലാണ് ഈ $30 മില്യൺ റേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്ക് എത്ര വലിയ പ്രൊജക്റ്റാണ് എന്ന കാര്യം മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും. കിങ്സ്വേ ക്യാപിറ്റൽ, അനിമോക്ക ബ്രാൻഡ്സ് എല്ലാം തന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോളിൻ്റെ ടെസ്റ്റ് നെറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് വരിക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ആൻഡ്രോയിഡിലും ചെയ്യാം, iOS-ലും ചെയ്യാം, PC-യിലും ചെയ്യാം. അതും ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോളിൻ്റെ അഡ്വാൻറ്റേജ് തന്നെയാണ്. ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണെങ്കിലും ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോൾ ആക്സസിബിൾ ആണ്, ഈസിലി ആക്സസിബിൾ ആണ്. അതും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നിങ്ങൾ PC യൂസ് ചെയ്താണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെറ്റാമാസ്കിൻ്റെ ക്രോം എക്സ്റ്റൻഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ബ്രൗസറിൽ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾ iOS യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ മൈസസ് എന്ന് പറയുന്ന ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിലും ഇതുപോലെ തന്നെ മെറ്റാമാസ്ക് ക്രോം എക്സ്റ്റൻഷൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ കിട്ടും, ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ ആൻഡ്രോയിഡ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കിവി ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, അതിലും മെറ്റാമാസ്ക് ക്രോം എക്സ്റ്റൻഷൻ എന്ന് സെർച്ച് ചെയ്യാം, മെറ്റാമാസ്കിൻ്റെ ക്രോം എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു പേജിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഇമെയിൽ കൊടുക്കാനുണ്ട്. എന്ത് ചെയ്യുക, നിങ്ങളുടെ ഏതെങ്കിലും വർക്കിംഗ് ആയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള നല്ലൊരു ഇമെയിൽ കൊടുക്കുക. കൺഫർമേഷന് വേണ്ടി നിങ്ങളുടെ മെയിൽ ഐഡിയിലേക്ക് ഇതുപോലൊരു മെയിൽ ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോൾ സെൻഡ് ചെയ്യുന്നതാണ്. ഇനി അഥവാ ഈ മെയിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പാം ഫോൾഡർ ചെക്ക് ചെയ്യുക, അവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ വന്ന മെയിൽ എന്ത് ചെയ്യുക, ഈ വെരിഫൈ ഇമെയിൽ എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും, ഇത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്കാണ് വരിക. ഇവിടെ നമ്മുടെ മെയിൽ ഐ ഡി വെരിഫൈ ആവുന്നുണ്ട്. നമ്മുടെ മെയിൽ ഐ ഡി ഇപ്പോൾ വെരിഫൈ ആയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ടാബ് ക്ലോസ് ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ലോഡ് ആവുന്ന കാണാൻ പറ്റും. നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് വരിക. ഈ ഒരു പേജിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹ്യൂമൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഡിജിറ്റലി നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു പേര്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് പേരും കൊടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ നെയിം ആയിട്ടുള്ള വെൽത്ത് സർക്യൂട്ട് എന്ന പേര് കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തൊരു പേരും കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ സിമ്പിൾസോ കാര്യങ്ങളോ അതുപോലെ തന്നെ അണ്ടർസ്കോറോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒരു നെയിം മാത്രം കൊടുക്കുക. യുണീക്ക് ആയിട്ടൊരു പേരായിരിക്കണം. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച വെൽത്ത് സർക്യൂട്ട് എന്ന പേര് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അത് യുണീക്കാണ്. അപ്പോൾ യുണീക്ക് ആയിട്ടുള്ള ഒരു പേര് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് ഹൂ ഇൻവൈറ്റഡ് യു, എൻ്റർ ഹ്യൂമൻ ഐ ഡി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹ്യൂമൻ ഐ ഡി ഇല്ലാതെ ഒരാൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് നെറ്റിൽ പങ്കെടുക്കാൻ പറ്റുന്നതല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് നെറ്റിൽ പങ്കെടുക്കണമെങ്കിൽ ആരാണ് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തത്? ഞാനാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെൽത്ത് സർക്യൂട്ട് എന്ന് പറയുന്നത് കൊടുക്കുക. കറക്റ്റായിട്ട് ഇവിടെ എഴുതി കാണിക്കാം, അത് നോക്കുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ടെലഗ്രാം ചാനലിൽ കൊടുക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് പേജിൽ നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കണം. ഇമെയിൽ ഐ ഡി നമ്മൾ നേരത്തെ കൊടുത്തുകൊണ്ട് തന്നെ വീണ്ടും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ റിയൽ നെയിം തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്തൊരു പേരും കൊടുക്കാം, അതൊന്നും വിഷയമുള്ള കേസല്ല. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽത്ത് സർക്യൂട്ട്. ഇതാണ് എൻ്റെ ഡിജിറ്റൽ ഐഡന്റിറ്റി. നിങ്ങളുടെ പേര് നിങ്ങൾ എന്തായിട്ടാണ് കൊടുത്തത് ആ ഒരു പേര് ഇവിടെ വരുന്നതാണ്. നമ്മുടെ ബാലൻസ് കാണാൻ പറ്റും, നമ്മളുടെ വാലറ്റ് അഡ്രസ്സ് കാണാൻ പറ്റും, നമ്മുടെ റെഫറൻസും കാര്യങ്ങളെല്ലാം കാണാം, അതുപോലെ തന്നെ ലീഡർ ബോർഡും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യേണ്ട എത്ര ഉള്ളൂ, ടെസ്റ്റ് നെറ്റിൽ പങ്കെടുക്കുക. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫോസെറ്റ് എടുക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഈ ഒരു ഫോസെറ്റായിട്ട് യൂസ് ചെയ്ത് സെഫോലിയ ഇതേറിയം എന്ന് പറയുന്ന ടെസ്റ്റ് നെറ്റ് ഇതേറിയമാണ്. പക്ഷെ നമ്മൾ ഇവിടെ സെഫോലിയ ഇതേറിയം അല്ല യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫോസെറ്റ്, ഇവരുടെ ഫോസെറ്റ്, ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോളിൻ്റെ ഫോസെറ്റ് ആദ്യം എടുക്കണം. അതിനുവേണ്ടി ഇവിടെ ഫോസെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും മേലെ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ടെസ്റ്റ് ടോക്കൺ ആയിട്ടുള്ള THP എന്ന് പറയുന്ന ടോക്കൺ കിട്ടും. ഒരു THP ആണ് റിക്വസ്റ്റിൽ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മളിത് എങ്ങോട്ടേക്കാണ് റിക്വസ്റ്റ് ചെയ്യേണ്ടത്, നമ്മുടെ മെറ്റാമാസ്കിലേക്കാണ്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക, നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക. ഓക്കെ, കോപ്പി ചെയ്ത അഡ്രസ്സ് എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം റിക്വസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും, ഇത് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ഞാനിവിടെ റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെൻഡായോ ഇല്ലേ എറേഴ്സ് ആണോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വരികയാണെങ്കിൽ നിങ്ങളുടെ ഫോസറ്റ് നിങ്ങളുടെ വാലറ്റിലേക്ക് സെൻഡായോ റിസീവ് ആയോ എന്നറിയാനൊരു വഴി മാത്രമേ ഉള്ളൂ. നമ്മളുടെ വാലറ്റ് തുറന്നു നോക്കുക. പക്ഷേ ഈ ഹ്യൂമൻ പ്രോട്ടോക്കോളിലെ നെറ്റ്വർക്ക് ഇതുവരെ നമ്മുടെ മെറ്റാമാസ്കിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആഡ് ചെയ്താൽ മാത്രമാണ് നമുക്കവിടെ നമ്മുടെ ബാലൻസ് കാണാൻ പറ്റുക. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോളിൻ്റെ പേജിലേക്ക് തിരിച്ചു വരിക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ബ്രിഡ്ജ് എന്ന് പറയുന്ന പേജിലേക്ക് പോവുക. ബ്രിഡ്ജിങ് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ഇവിടെ കണക്ട് വാലറ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം പറയുന്നുണ്ട്. കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റാമാസ്ക് കൂടെ ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കൺഫർമേഷൻ വരും. ഈ ഒരു കൺഫർമേഷൻ എന്ത് ചെയ്യുക, ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക, കൺഫേം കൊടുക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് ഇവിടെ സെലക്ട് ആവുന്നതാണ്. ഓക്കെ, എന്നിട്ട് പറയുന്നത് എന്താ, സ്വിച്ച് യുവർ നെറ്റ്വർക്ക് ടു സെഫോലിയ ടെസ്റ്റ്നെറ്റ് ഓർ HP ടെസ്റ്റ്നെറ്റ് ടു കണ്ടിന്യൂ എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടെസ്റ്റ്നെറ്റ് ഈ HP ടെസ്റ്റ്നെറ്റ് ആദ്യം നമ്മുടെ മെറ്റാമാസ്കിലേക്ക് ആഡ് ചെയ്യണം. അതിനുവേണ്ടി ചെയ്യേണ്ടത് ആഡ് ടു മെറ്റാമാസ്ക് എന്ന് പറയുന്ന ബട്ടൺ കാണാം. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു HP ടെസ്റ്റ്നെറ്റ് നമ്മുടെ മെറ്റാമാസ്ക് വാലറ്റിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അപ്രൂവ് കൊടുക്കുക. അപ്രൂവ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഏത് നെറ്റ്വർക്കിലാണോ ഉള്ളത് അവിടെ നിന്ന് ഈ ഒരു നെറ്റ്വർക്കിലേക്ക് സ്വിച്ച് ചെയ്യണം. അതിനുവേണ്ടി സ്വിച്ച് നെറ്റ്വർക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വാലറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ കണക്റ്റായി നമ്മുടെ HP ടെസ്റ്റ്നെറ്റും വാലറ്റിലേക്ക് ആഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട എന്താണ്, ഈ ഫോസറ്റാണ്. ഈ HP ടെസ്റ്റ്നെറ്റിൽ ഈ THP എന്ന് പറയുന്ന ഫോസറ്റ് അല്ലെങ്കിൽ കോയിൻ നമുക്ക് ആവശ്യമാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഈ കോയിൻ നമ്മൾ ചെയ്യുന്ന എന്താണ്, സെഫോലിയ ഇതേറത്തിലേക്ക് ബ്രിഡ്ജ് ചെയ്യാണ് അല്ലെങ്കിൽ ടണൽ ചെയ്യാണെന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ബ്രിഡ്ജിങ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു THP കോയിൻ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ബ്രിഡ്ജിങ് ചെയ്യാൻ പറ്റുകയും നമുക്ക് അതിലൂടെ ഈ ഒരു പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റുകയും ചെയ്യുക. ഡെയിലി ഒരു 2 ട്രാൻസാക്ഷൻ എങ്കിലും ചെയ്യണം. എങ്കിലാണ് നമുക്ക് നല്ല സ്കോർ ഉണ്ടാവുകയും നല്ല ആക്ടിവിറ്റി ഉണ്ടാവുകയും ചെയ്യുക. ഡെയിലി അപ്പോൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യണമെങ്കിലും നമുക്ക് ഈ ഒരു THP കോയിൻ ഇവിടുന്ന് സെൻഡ് ആയേ പറ്റുള്ളൂ. ഞാനിവിടെ എത്ര ട്രൈ ചെയ്തിട്ടും സെൻഡ് ആവുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഏകദേശം ഒരു 1 അവറോളം ഇവിടുന്ന് ഫോസറ്റ് എടുക്കാൻ ട്രൈ ചെയ്തു. അഡ്രസ്സ് മാറ്റി നോക്കി, അതുപോലെ തന്നെ പല ഡിവൈസ് യൂസ് ചെയ്ത് നോക്കി, വൈഫൈ മാറ്റി നോക്കി, മൊബൈൽ ഡാറ്റ ആക്കി നോക്കി, എന്നിട്ടൊന്നും സെൻഡ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ഇതുവരെ സപ്പോർട്ടിൽ പോയി ഡിസ്കോഡിൽ ചോദിച്ചു എന്തുകൊണ്ടാണ് സെൻഡ് ആവാത്തെന്നുള്ള കാര്യം. അപ്പോൾ ഇവർ പറയുന്നത് കറൻ്റ് ടെമ്പററി ഇവരിപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഫോസറ്റിൻ്റെ പരിപാടി അല്ലെങ്കിൽ ബ്രിഡ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് നിലവിൽ ഫോസറ്റ് കിട്ടില്ല എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് ഈ ഒരു സർവീസ് അൺഅവൈലബിൾ ആണ്. നിലവിൽ ഇവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. ഇന്നലെ അവർ അവൈലബിൾ ആയിരുന്നു, ഇന്ന് സ്റ്റോപ്പ് ചെയ്തു. ഇനി അവർ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം സെക്കൻഡ് ഫേസിൽ കൊണ്ടുവരുന്നതാണ്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ബ്രിഡ്ജിങ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. ആ ടൈമിന് ഞാൻ കൃത്യമായിട്ട് ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ വ്യക്തമായ വീഡിയോയും ചെയ്യാം. അപ്പോൾ നിലവിൽ നമുക്ക് ഈ ഒരു ബ്രിഡ്ജിങ് ഓപ്ഷൻ അവൈലബിൾ അല്ല എങ്കിൽ കൂടി ഹ്യൂമാനിറ്റി പ്രോട്ടോകോൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഹ്യൂമൻ ID ക്ലെയിം ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനം ഇതുപോലെ വൈറ്റ് ലിസ്റ്റ് കിട്ടാതെ വരികയും അതുപോലെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റാതെ വരികയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാ ഓപ്ഷൻസും വന്നതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കരുത്. ഇന്ന് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്ത് വെക്കുക. കാരണം ഓൾറെഡി 60,000-ഓളം പേര് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇത് ടെലഗ്രാം എയർ ഡ്രോപ്പ് അല്ല. അതുകൊണ്ട് തന്നെ 10 മില്യൺ 100 മില്യൺ ഒന്നും വരില്ല എന്ന കാര്യം മനസ്സിലാക്കുക. ടെസ്റ്റ്നെറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ 60,000 എന്ന് പറയുന്ന ഒരു ഡീസൻറ്റ് എമൗണ്ട് തന്നെയാണ്. അതുകൊണ്ട് ചിലപ്പോൾ 1 ലക്ഷക്കായിരിക്കും വരുന്ന മാക്സിമം എമൗണ്ട്. അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ എത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റും അത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് വെക്കുക. ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ടെലഗ്രാമിൽ ഷെയർ ചെയ്യാം. നമ്മൾ ഇതുവരെ ചെയ്തതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് യൂസ് കേസ് ഉള്ള പ്രൊഡക്റ്റാണ് ഈ ഹ്യൂമാനിറ്റി പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നല്ല റിട്ടേൺസ് നമുക്ക് ഈ ഒരു ടെസ്റ്റ്നെറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഒരു അവസരം മിസ്സാക്കരുത്. കിട്ടുന്ന ചാൻസിന് എന്ത് ചെയ്യുക, അതുപോലെ ഹ്യൂമനൈഡ് ക്രിയേറ്റ് ചെയ്യുക, ഈ ഒരു ടെസ്റ്റ്നെറ്റിൽ ജോയിൻ ചെയ്ത് വെക്കുക. പിന്നീട് വരുന്ന എല്ലാ ഫംഗ്ഷൻസിലും നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ഹ്യൂമനൈഡ് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇനി ഭാവിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും കിട്ടാനായിട്ട് ടെലഗ്രാം ചാനൽ മറക്കാതെ ജോയിൻ ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ അവിടെയാണ് ആദ്യം പോസ്റ്റ് ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് മാത്രമാണ് വീഡിയോ ആയിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ് അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അതുപോലെ തന്നെ ടെലഗ്രാം എയർ ഡ്രോപ്പ് മാത്രം മതി എന്ന് പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാം ഷെയർ ചെയ്തിട്ട് ഇതുപോലുള്ള എയർ ഡ്രോപ്പുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയുക. നിങ്ങൾ ടെലഗ്രാമിൽ സ്പെൻഡ് ചെയ്യുന്ന 10-1 സമയം മാത്രം ടെസ്റ്റ്നെറ്റിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 10 ഇരട്ടി റിവാർഡ്സ് ടെസ്റ്റ്നെറ്റ് തരും. അത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. ടെലഗ്രാം എയർ ഡ്രോപ്സ് ആണ് ഈസി എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് മാത്രം ഒതുങ്ങി പോരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എയർ ഡ്രോപ്പിലൂടെ വലിയ ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങളുടെ സ്വപ്നം മാത്രമായിരിക്കും. അത് റിയാലിറ്റിയിൽ നടക്കണമെങ്കിൽ ഇതുപോലുള്ള എയർ ഡ്രോപ്സിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.